ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് പാക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ടു, എന്നിട്ട് റിമൂവ് ചെയ്തു. റിസൾട്ട് ഇങ്ങനെയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. നമുക്ക് സ്കിന്നൊക്കെ നല്ലതായിട്ട് ടാൻ മാറിയായിട്ട് അറിയാൻ പറ്റും. ഫേസ് നല്ല ഗ്ലോ ആയ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഭയങ്കര വെയിലാണല്ലേ, ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്കാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വെയിലത്തൊക്കെ പോയി കരിവാളിച്ച് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചൊക്കെയാണ് ഇരിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്കാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ആദ്യം എടുക്കേണ്ട ഷുഗറാണ്. ഷുഗർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഷുഗർ മാത്രം എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന പാലാണ് കേട്ടോ. പാലും ഷുഗറും കൂടി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് പാക്കും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ ചെയ്യുമ്പം തന്നെ നമ്മുടെ ഫേസിൽ ഒരു സ്ക്രബ് കിട്ടും കേട്ടോ. സ്ക്രബിങ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഷുഗർ ഇല്ലേ, നന്ന ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിലെ പോർസിലോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കും കേട്ടോ. നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് വലിച്ച് പുറത്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മളെ ഈ പാലിൽ അഴുക്കായിരിക്കുന്നത്, ഈ പാലും അതുപോലെ തന്നെയാണ് നമുക്കൊരു ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഈ ഫേസ് വാഷില്ലേ, അതൊക്കെ അതിനേക്കാളൊക്കെ ഒരു 2 ഇരട്ടി അടിപൊളിയായിട്ട് ഇത് വർക്കാവും കേട്ടോ. ഈ പാല് ഭയങ്കര അടിപൊളിയാണ്. പാലിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും സ്കിന്നിലുള്ള ഫേസിലുള്ള അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പാല്. കണ്ടോ, ഈ പഞ്ചസാരയുടെയും പാലിൻ്റെയും നിറം മാറിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് അഴുക്കെല്ലാം നന്നായിട്ട് കളയുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം ഈ വീട് ചെയ്തതിന് ശേഷം കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലും നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലും എന്തോ ഒരു ഉറുമ്പ് കേട്ടോ കയറിപ്പോയി. അയ്യോ, മൂക്കിൻ്റെ സൈഡിലും നമ്മുടെ ചുണ്ടിൻ്റെ താഴെ താടിയുടെ അവിടെ കഴുത്തിൻ്റെ സൈഡിൽ നമ്മൾ ഈ മാല ഇടുമ്പോൾ ചില ആൾക്കാർക്ക് നന്നായിട്ട് കറുത്ത് വരും കേട്ടോ. അതൊക്കെ പോകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ പിമ്പിൾസ് പെട്ടെന്ന് വരും, ഭയങ്കര സെൻസിറ്റീവാണ്, എന്തിട്ടാലും പ്രശ്നമാണ്, അങ്ങനെയുള്ളവർ നിങ്ങൾ ചെയ്യുമ്പം ഒന്ന് പതുക്കെ ജെൻറ്റിലായിട്ട് മാത്രം പതുക്കെ ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അധികം നേരം വച്ചേക്കണ്ട കണ്ടോ. ഞാൻ വാഷ് ചെയ്ത് അപ്പം തന്നെ നല്ലൊരു വ്യത്യാസം ഇല്ലേ ഫേസിൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവാണ്, എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും പ്രശ്നമാണ് എന്നുള്ളവർ നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ. ചെവിയുടെ ബാക്കിലോ നമ്മുടെ വാച്ച് കെട്ടുന്ന ഭാഗത്തിൽ റിസ്റ്റ് അവിടെയോ നമുക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻസോ അങ്ങനെ ചുവന്ന് വരികയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ആവേ. ഇനി നെക്സ്റ്റ് നമുക്ക് പാക്കാണ്. ഇത് 2 സ്റ്റെപ്പാണ് ഉള്ളത് കേട്ടോ. ഇത് നല്ല പഴുത്ത പഴമാണ്. അങ്ങനത്തെ പഴം നിങ്ങൾ കഴിക്കില്ല, അങ്ങനെയാണെങ്കിൽ കളയരുത് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാൻ നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ച് തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്യുക. നമുക്ക് നമ്മുടെ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചുമ്മാ കൈ കൊണ്ട് ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ട്, കാരണം നല്ല പഴുത്ത പഴമല്ലേ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തേനാണ്. തേൻ നമ്മൾ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും കേട്ടോ. നാച്ചുറലായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, ഏജിങ്ങിൻ്റെ സൈൻസ് കുറയ്ക്കും. പിന്നെ നമ്മുടെ റിങ്കിൾസ് ഇല്ലേ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതൊക്കെ കുറയ്ക്കും. നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവേ. ഇത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയില്ലേ, അതൊന്നും ഉപയോഗിക്കരുത്. ഇത് തേനും നല്ലത് നോക്കി നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി നോക്കണേ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഫേസ് നമ്മൾ നേരത്തെ വാഷ് ചെയ്തല്ലോ, ചെറിയൊരു ഈർപ്പം ഉണ്ട് കേട്ടോ ഇപ്പോഴും എൻ്റെ ഫേസിൽ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അടിപൊളി ഫേസ് പാക്കാണ്. ട്രസ്റ്റ് മീ, നമ്മുടെ ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും സ്കിന്നൊന്ന് പ്ലംബായിട്ട് വെക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിലെ നല്ലൊരു ടാനൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോ തരും കേട്ടോ. നമ്മൾ ഒത്തിരി നേരം ടാനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആവി എടുക്കാവേ. ആവി എടുത്തതിന് ശേഷം നമുക്ക് ഈ പാക്കിടാൻ. അടിപൊളിയാണ്. ആവി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ മുഖം കൊണ്ട് ചൂടിലിങ്ങനെ കൊള്ളിച്ച് മുഖത്തിനാകെ പ്രശ്നമാക്കരുത്.
ചെറുതായിട്ട് കുറച്ച് ആവി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ തുളസിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് ചെറുതായിട്ട് ശകലം ചെറുതായിട്ട് പതുക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഭയങ്കര അടിപൊളിയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഈ പാക്ക് ഇടണേ. ഈ പാക്ക് ഞാൻ ഫേസിന് എല്ലാ ഭാഗത്തും ഇടുന്നുണ്ട്. തറയിലൊക്കെ ആവും ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഫേസിലൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷൻസ് ഒരിക്കലും വിട്ടു പോകരുത്. നെക്കിൻ്റെ പോർഷൻസിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ വിചാരിക്കും കേട്ടോ അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങൾക്ക് തോന്നും കേട്ടോ എന്തായാലും. അപ്പം ഞാൻ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തും ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അധികം ഡ്രൈ ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഇടുന്നത്. കണ്ണിൻ്റെ ചുറ്റും നമ്മൾ ഇടുന്നത് ഭയങ്കര സെൻസിറ്റീവാണ് ഏരിയ. പക്ഷേ എന്നാലും ഇത് നമ്മൾ അധികം ഇറുകുന്ന പോലെ വെക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളിതാ നെക്കിൻ്റെ പോർഷൻസിലും എല്ലാം ഇട്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണേ. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ജസ്റ്റ് നന്നായിട്ട് ഗ്ലോ ആവാനൊക്കെ ഈ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാനും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യല്ലേ. അതുകൊണ്ട് തന്നെയാണ് മസാജ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങൾ എന്തായാലും മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫേസിന് എല്ലാ ഭാഗത്തും ഇടുന്നുണ്ട്. ചെറുതായിട്ടൊരു മസാജും കൊടുക്കണുണ്ട് കേട്ടോ. ഇടുമ്പം തന്നെ ചെറിയൊരു മസാജ് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഞാനൊരു 10 മിനിറ്റ് അത്രയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അധികം നേരം നമ്മൾ ഒരിക്കലും ഒരു ഫേസ് പാക്കും വച്ചിരിക്കല്ലേ. ഞാനിപ്പം ജസ്റ്റ് ഒട്ടുന്ന രീതിയിൽ തണുത്തുന്ന ഇവിടെ മഴ വീണ് കേട്ടോ, ഇടയ്ക്ക് തണുത്തെന്ന് പറഞ്ഞത് അല്ല, ജസ്റ്റ് ഒട്ടുന്ന രീതിയിൽ, അതായത് ഭയങ്കര ഇറുകുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒട്ടുന്ന രീതിയിൽ. ആ സമയത്താണ് വാഷ് ചെയ്ത് കണ്ട നല്ലൊരു ഗ്ലോ എനിക്ക് തോന്നി കേട്ടോ. അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുറേ സമയം എടുക്കില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ച് ലെങ്ത് കൂട്ടി കാണാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് കേട്ടോ റിസൾട്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. ഇത് നമ്മുടെ ഫേസിൽ എന്ത് പാക്ക് ഇട്ടാലും ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം കേട്ടോ, പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം. ഇവിടെ ഇപ്പോൾ നല്ല മഴ കേട്ടോ, ഇടയ്ക്ക് ഇടിവെട്ടുന്ന സൗണ്ട് കേൾക്കാം. അപ്പം പിന്നെ മഴ പെയ്തപ്പോൾ ഒരു സന്തോഷം. ഇത്ര നേരം എന്തൊരു ചൂടായിരുന്നു ഗൈസ്, പുഴുങ്ങാൻ വച്ചിരിക്കുന്ന പോലെയായിരുന്നു. ചുമ്മാ നിൽക്കും ഇങ്ങനെ വേർത്ത് ആകെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഈ പാക്കൊക്കെ ഇട്ടപ്പോൾ ഒരു സുഖമുണ്ട്. കാരണം കുറച്ചൊരു മുഖം ഫേസൊക്കെ വാഷ് ചെയ്തൊക്കെ ഇട്ടപ്പോഴേ ഒരു നല്ലൊരു സുഖമുണ്ട്. നിങ്ങൾ എന്തായാലും അപ്പോൾ ട്രൈ ചെയ്യല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമല്ലേ. അപ്പം ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.